ഹായ്. കുറച്ച് നാൾ മുൻപ് സോഷ്യൽ മീഡിയ മുഴുവൻ കത്തി ജ്വലിച്ചു കൊണ്ടുനിരുന്ന ഒരു താരമായിരുന്നു സജിന നൂർ. ഫിറോസ്, റസുൽ പൂക്കുറ്റി, സജിന വിഷയങ്ങളൊക്കെ ഒരുപാട് തലത്തിലേക്ക് അങ്ങ് കയറിപ്പോയി. ആദ്യം ഒരു ഫോട്ടോയിൽ തുടങ്ങിയ ഒരു ബന്ധമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വിഷയമായിരുന്നു. റസുൽ പൂക്കുറ്റി ഗർഭിണിയാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ അച്ഛൻ ആരെന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു സജിന അതിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് ഡിലീറ്റ് ആക്കി, എന്നിട്ട് അക്കൗണ്ട് ഹാക്കായെന്നും പറഞ്ഞു വന്നു. അത് കള്ളത്തനമാണെന്ന് സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാവരും തെളിയിച്ചു കൊടുത്തു. അപ്പോൾ ഓരോന്നായിട്ട് സജിനയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സജിന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഫിറോസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സജിനയുടെ മുൻകാല ബന്ധങ്ങൾ, റസുൽ പൂക്കുറ്റിയുടെ സംഭവങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള വിവാദമായിട്ട് നടന്ന ഒരു വിഷയങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെയും കഴിഞ്ഞ് പിന്നെ അടുത്ത് ദിയാസന, സജിന അവരുടെ ഡ്രഗ്സ് മാത്രമായി ആ ഒരു രീതിയിലേക്ക് വന്നു. ഒരുപാട് വിഷയങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയും കുറച്ച് ദിവസം അവർ ഒഴിഞ്ഞു നിന്നു. വീണ്ടും സജിന സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണ്. എനിക്ക് സജിനയെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്, എന്തിനാണ് ഇവരെ ഈ ഒരു ഫംഗ്ഷന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു മോശം ഇമേജ് സൃഷ്ടിച്ച് നിൽക്കുകയാണല്ലോ. അതായത് സോഷ്യൽ മീഡിയയിലൂടെ സമൂഹത്തിന് ആ ഒരു മോശം ഇമേജ് ആണല്ലോ എന്നുള്ള തരത്തിലാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല. അവർക്ക് ഒരു കൂസലും ഇല്ല നമ്മളെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മോശം പറഞ്ഞാൽ പോലും നാളെ നമുക്ക് ഒന്ന് മറ്റുള്ളവരെ നോക്കാൻ തന്നെ ഒരു നാണക്കേടും ചമ്മലൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ആ നാണക്കേടും ഇല്ല, ഉളുപ്പുമില്ല, ഒന്നുമില്ല. സജിന എങ്ങനെയാണെന്നും സജിനയുടെ സ്വഭാവം എങ്ങനെയാണെന്നും എല്ലാ വോയിസ് അടക്കം പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിൽ നിന്നും ഒരു കൂസലും ഇല്ല. അവർ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി. ആ ഒരു കോൺഫിഡൻസോടും ആ ഒരു ധൈര്യത്തോടും കൂടെയാണ് അവരൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ പണം ഉള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പണമുണ്ടെങ്കിലും ആൾബലം ഉണ്ടെങ്കിലും ആർക്ക് എന്തു ആവാം. ആരും എന്തിനും സപ്പോർട്ട് ചെയ്യും. എത്ര മോശപ്പെട്ട വ്യക്തിയായിരുന്നാൽ പോലും അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. എത്ര അധികം വൃത്തികെട്ട കാര്യങ്ങൾക്ക് പോലും പണം ഉണ്ടെങ്കിലും ആളുകളുണ്ടെങ്കിലും കൂട്ടു നിൽക്കും. അല്ലാതെ പാവപ്പെട്ടവൻ ആരും ഒരു തരത്തിലും ഒരു നീതിയും കൊടുക്കില്ല, ഒരു മണ്ണാൻ കെട്ടയും കിട്ടത്തില്ല. പാവപ്പെട്ടവർക്ക് പണം ഉണ്ടെങ്കിൽ ആൾബലം ഉണ്ടെങ്കിൽ എല്ലാം കിട്ടും. അപ്പോൾ സജിന ആ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സജിനയുടെ വീഡിയോസിന് താഴെ തന്നെ ഇവിടെ കാറ് കൊടുത്തിട്ടുള്ള വ്യക്തി, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, മറ്റു യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ് കൊടുത്ത വ്യക്തി അവർക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കള്ള കേസ് കൊടുത്ത് അയാളെ അകത്താക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും കാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഭയങ്കര വലിയൊരു എന്തോ ഒരു സംഭവം പോലെയൊക്കെയാണ് അവർ ഉത്തരവൊക്കെ പറയുന്നത്. പൈസ കൊടുത്തിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ ചോദിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പണം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അത് കഷ്ടപ്പാടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പണം കൊടുക്കാത്തത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് മനുഷ്യനായാലും അങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷേ നിങ്ങൾക്ക് പണമുണ്ട്, സ്റ്റാർഡമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പൈസ കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യമാണ് വരുന്നത്. ഒരു വ്യക്തിയെ ചതിച്ചിട്ട് നിങ്ങളിങ്ങനെ സുഖലോലുപരായിട്ട് ജീവിക്കുമ്പോൾ അത് നല്ലൊരു കാര്യമല്ല. കാരണം അയാൾ കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്, അയാളുടെ പണം നഷ്ടമായി, അയാളുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് വിസ നഷ്ടമായി, എന്തൊക്കെ നഷ്ടങ്ങളാണ് അയാൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെയും കാണിക്കുന്നത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയാനുള്ളത് ഈ ഓൺലൈൻ മീഡിയാസിനോടാണ്. ഈ സജിന എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണെന്നും അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നും അവരുടെ രീതികളും സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ടും ഇവരെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ക്യാമറയും പൊക്കി പിടിച്ച് അവരെ ബാക്കിൽ നിന്ന് തന്നെ പോകുന്നത്? നിങ്ങൾ തന്നെയാണ് ഒരാളെ സെലിബ്രിറ്റി ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർ വളരെ താഴ്ത്തിയിടുന്നതും പിന്നെ എടുത്ത് മേളിൽ കയറ്റുന്നതും നിങ്ങളൊക്കെ തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെയും തൂക്കി പിടിച്ച് പോകുന്നത്? അവരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ കാണുന്ന സമൂഹം, ഈ കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും സജിന ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബാക്കിൽ നടന്ന് അവരുടെ അടുത്ത് ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ്? ദയവേത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർത്താനായിട്ട് ശ്രമിക്കുക. ചുമ്മാ എന്തിനാണ് ഒരാളെ ആവശ്യമില്ലാതെ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നത്?
അവരുടെ ക്യാരക്ടർ എന്താണെന്ന് ആൾക്കാർക്ക് ഒന്നടങ്കം, മലയാളികൾക്ക് ഒന്നടങ്കം മനസ്സിലായിട്ടുണ്ട് എന്താണ് അവരുടെ സ്വഭാവമെന്ന്. ഒരാളെ മോശമാക്കാൻ വേണ്ടി എന്ത് തരത്തിലും പറഞ്ഞു കളയുമെന്ന് അവരുടെ ഫ്രണ്ട്സ് അടക്കം പറയുന്നുണ്ട്. അവർ കൂടെ നിന്നവരെ എപ്പോഴും ചതിക്കുന്ന തരത്തിലേക്കാണ് ഫ്രണ്ട്സ് തമ്മിൽ അവർ പറയുന്നത്. അങ്ങനെയാണ്. കാരണം ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അത് മറ്റുള്ളവരുടെ അടുത്ത് ഒരിക്കലും തുറന്ന് പറയാൻ അവർ തുറന്ന് പറയില്ല. അല്ലെങ്കിൽ ഞാനും തുറന്ന് പറയില്ല, നീയും തുറന്ന് പറയില്ല. അതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എന്ത് ആപത്ത് വന്നാലും അവരുടെ ഒപ്പം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വിഷയങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വെച്ച് അതൊരു തെളിവാക്കി സൂക്ഷിക്കുന്ന ഒരാളെ ഒരിക്കലും ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇവർ പിണങ്ങുന്ന സമയത്ത് ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് കാണിക്കുന്നവരെ ഒരിക്കലും ഫ്രണ്ട്സായിട്ട് കാണാൻ പറ്റില്ല. ഇവരുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെയാണ് ഇതെല്ലാം പുറത്ത് വന്നിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരെ ബാക്കുന്നാണ് വീണ്ടും ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ദയവേത് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർത്തുക. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വാർത്തകൾ കൊടുക്കാനുണ്ട്, വേറെ എന്തൊക്കെ വാർത്തകൾ ചെയ്യാം. ദയവേത് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഏത് ഓൺലൈൻ വീഡിയോസ് ആയിരുന്നാലും.